ദൈവഭയം പരിശീലിക്കാം. 34 സങ്കീർത്തനം 11 വാക്യം. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. സ്തോത്രം, 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 സ്തോത്രം. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ആ ഭക്തി എന്നുള്ള വാക്ക് ഫിയർ ഓഫ് ദ ലോർഡ് എന്നാണ്. ദൈവഭയമെന്ന് തന്നെയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകരെ, ഒരേ കാര്യം തന്നെ തുടർച്ചയായിട്ട് പറയുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ മാവേലിക്കര ഭാഗം, പുലിയൂർ ഭാഗം ഒക്കെ യാത്ര ചെയ്തു. നെടുമ്പുറം ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തു. തിരുവല്ല ഭാഗങ്ങളിലൂടെ പോയി. ഒത്തിരി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴെല്ലാം വചനപ്രഭാതത്തിൻ്റെ ഫാൻസിനെ കാണാം. ഫാൻസ് എന്ന പദം തന്നെ ഉപയോഗിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു CSIക്കാരനാണ്, പൊതുവിലൊന്നും പറയരുത്, ഞാൻ ഇതെല്ലാം എഴുതിയെടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കോപ്പിയടിക്കാരനാണ് ഞാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് നല്ലതല്ലേ? കാരണം ദൈവം തന്നതാണല്ലോ, എൻ്റെ സ്വന്തം അല്ലല്ലോ. അതെടുത്തിട്ട് 10,000 പേർക്ക് കൊടുക്കുക. അങ്ങനെയാ ഇതിൻ്റെ സിസ്റ്റം. അങ്ങനെയാണ്. ദാനമായി ലഭിച്ചു, ദാനമായി തരുന്നു. അപ്പോ നമ്മുടെ വിഷയം ദൈവഭയം പരിശീലിക്കും. ദാവീദ് പറയുകയാണ്, മക്കളെ, ദൈവമക്കളെ, വിശ്വാസികളെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണേ. വന്ന് എനിക്ക് ചെവി തരുവി. ഞാൻ നിങ്ങളെ ദൈവഭയം പഠിപ്പിക്കാം. അപ്പൊ ദൈവഭയം പഠിപ്പിക്കാം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആര് പഠിപ്പിക്കും? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ചിലർ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് കേൾക്കുന്നത്, ചിലർ കുക്ക് ചെയ്യുമ്പോഴാണ് കേൾക്കുന്നത്, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കേട്ടോണ്ടിരുന്നിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഇതുള്ള കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്നാലും ഞാനത് ചോദിക്കുക, ആരാ ദൈവഭയം പഠിപ്പിക്കുന്നത്? ആരെയാ പഠിപ്പിക്കുന്നത്? ഈ വാക്ക് വെച്ച് തന്നെ പറയാം. മക്കളെ പഠിപ്പിക്കണം. എപ്പോൾ പഠിപ്പിക്കണം? വലുതാകുന്നതിന് മുമ്പ് പഠിപ്പിക്കണം. LKG UKG വെച്ച് പഠിപ്പിക്കണം. പിന്നെ ആര് പഠിപ്പിക്കണം? പേരൻസ് പഠിപ്പിക്കണം. ഞാനൊരു സംഭവം പറയട്ടെ. കേരള ക്രൈസ്തവ ലോകത്തിലെല്ലാവരും അറിയുന്ന ഒരു ഗായകനാണ് ബ്ലസ്സൻ മേമൻ. ഗായകനെന്നല്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്, സുവിശേഷകൻ. എൻ്റെ സുഹൃത്താണ്. അദ്ദേഹവും ഞാനും കൂടി ഒരുമിച്ചൊരു ദിവസം പ്രാർത്ഥനയ്ക്കിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മോളുണ്ട്, മിഷേൽ എന്നാ കുഞ്ഞിൻ്റെ പേര്. കൊച്ചു കുഞ്ഞാന്ന്, എനിക്ക് തോന്നുന്നു 3 വയസ്സ് പ്രായമുള്ളൂ. അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, ഡോക്ടറാണ്. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നു. അന്ന് ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. കൊണ്ടുവന്നപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിരിക്കും. ഞാൻ ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ കൊച്ച് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡാണ്, പ്രശ്നം ഉണ്ടാക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ മോനെ? അവൾക്ക് ഷാളില്ലാതെ അവൾ പ്രാർത്ഥിക്കത്തില്ല. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് മറ്റാരും ഇല്ല, വൈഫ് എവിടെയോ പോയിരിക്കും. ഞാൻ ചെന്ന് പിള്ളേരുടെ ഷാൾ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അതിട്ട് തല ശരിക്കും കെട്ടിക്കഴിഞ്ഞിട്ടേ കൊച്ചിന് പ്രാർത്ഥിക്കാനിരിക്കുള്ളൂ, അല്ലെങ്കിൽ ബഹളമാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ കുറെ ഫാഷൻകാരിറങ്ങിയിട്ട് തല മൂടാതിരിക്കാനുള്ള വാക്യം കണ്ടുപിടിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെ ഈ കൾച്ചർ നശിപ്പിക്കുന്നത് എന്തിനാ? എത്ര സ്റ്റാൻഡേർഡായിട്ടാണ് ബൈബിൾ അത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അമ്മമാരും അപ്പന്മാരൊക്കെ ചെയ്തത്. നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ നെഗളം കാണിക്കുന്നത്?
സ്ത്രീകൾ നെഗളികളാകണോ? സ്ത്രീകളിങ്ങനെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് ഓവറാക്കണോ? വിശേഷാൽ പ്രെയർ ഹോളി വരുമ്പോൾ മറ്റുള്ളവരുടെ ആകർഷണത്തിന് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കണോ? അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളിതിനെ അങ്ങോട്ട് നോക്കുന്നേ? നിങ്ങൾ ആത്മീയരാണെങ്കിൽ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ മേലെ നിങ്ങൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യമുണ്ട്. അല്ല, ആപ്പിൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന എന്തിനാ? ആകർഷിക്കാനല്ലേ? പൂവമ്പഴം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന എന്തിനാ? ആകർഷിക്കാനല്ലേ? എന്തിനേറെ ബീഫ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന എന്തിനാ? അപ്പൊ പ്രദർശിപ്പിക്കുന്നതെല്ലാം ആകർഷിക്കും. നമ്മളിപ്പോ സമയം തീർന്നു. ഇതൊരു കൊച്ചു മെസ്സേജാണ്. ദൈവഭയം കുട്ടികളെ പഠിപ്പിക്കണം. ആര് പഠിപ്പിക്കണം? പേരൻസ് പഠിപ്പിക്കണം. എപ്പോൾ പഠിപ്പിക്കണം? കുട്ടിയായിരിക്കും പഠിപ്പിക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ടുമാറുക. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.